ഞാൻ സാധനം കാണിച്ചു തരാം. ഒരു അച്ഛനും മോനാണത്. പുള്ളി ബേബി സിറ്റിങ്ങിലാണ്. ഹായ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. യു ഗോണ സീ കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK. അതായത് ഇന്നത്തെ നമ്മളെ പരിപാടി UK-യും ഇന്ത്യയും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. എന്താണ് വ്യത്യാസം? വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ UK-യിലും ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ജോലി എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത സമയത്തും UK-യിൽ വർക്ക് ചെയ്ത സമയത്തും നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർഷത്തിൽ ഇത്ര ഹോളിഡേയ്സ് ഉണ്ട്, അതായത് പെയ്ഡ് ഹോളിഡേയ്സ് ആണ്. അപ്പം നമുക്ക് വർഷത്തിലൊരു മാസം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഹോളിഡേയ്സ് കിട്ടും. അത് ഓരോ ജോലിക്ക് വ്യത്യാസമുണ്ട്. അപ്പം അതായത് ഹോളിഡേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഹോളിഡേ കിട്ടും. അപ്പം ഇവരെന്ത് ചെയ്യും, ഒരുമിച്ച് ലീവ് ഹോളിഡേ എടുത്തിട്ട് വേറെ രാജ്യങ്ങളിലൊക്കെ കറങ്ങാൻ പോകും. അപ്പോൾ ആ ടൈം ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ വർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല, വർക്കും ലൈഫും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കൂടുതലായിട്ടും വർക്ക് പ്രഷർ ഫോക്കസ്ഡ് ആയിരിക്കും എപ്പോഴും. നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ തന്നെ അത് ഒരു ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും. പിന്നെ പെയ്ഡ് ഹോളിഡേയ്സ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഹെൽത്ത് സെക്ടർ പറയുകയാണെങ്കിൽ രണ്ട് രാജ്യത്തും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ പനി വന്നാൽ സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ UK-യിൽ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ GP നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ GP നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. GP രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓരോ യൂണിറ്റുകളുണ്ടാവും, അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യണം. അതിൽ സ്ലോട്ട് നോക്കി നമ്മൾ ബുക്ക് ചെയ്യണം. അങ്ങനെയാണ്. അപ്പം പല സമയങ്ങളിലും ഇപ്പം ചില ആൾക്കാരൊക്കെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ വലിയ സീരിയസ് ആയ അസുഖം വന്നാൽ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വല്ല ചെറിയ അസുഖങ്ങളൊന്നും വന്നാൽ കാണിക്കാറൊന്നുമില്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ലോട്ട് കിട്ടണമെങ്കിൽ കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ ഹെൽത്ത് സെക്ടറിൽ വന്നിട്ടുണ്ട്. പിന്നെ NHS ആണ് ഇവിടുത്തെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് NHS ആണ്. പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, അതായത് ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരുള്ളതിനനുസരിച്ച് ഡോക്ടേഴ്സും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ലോട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് നാട്ടിലാകുമ്പം. പിന്നെ കുറച്ചുകൂടിയും ടെക്നോളജി കാര്യങ്ങളൊക്കെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യ വലിയൊരു കൺട്രിയാണ്, നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും തണുപ്പുണ്ട്, അതുപോലെ ചൂടുള്ള സ്ഥലങ്ങളുണ്ട്, എപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ഇവിടെയും അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷേ പൊതുവേ UK-യിലെ എല്ലാ സ്ഥലത്തും തണുപ്പാണ് കൂടുതൽ. സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും തണുപ്പായിട്ടാണ്. ഇപ്പോൾ സമ്മർ വരുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ, ഒക്ടോബർ വരെയൊക്കെയാണ് സമ്മർ വരുന്നത്. അപ്പോൾ അത്രയും കാലം സമ്മർ കിട്ടും. അത്ര കുറഞ്ഞ കാലമുള്ളൂ. ബാക്കി എല്ലാ സമയത്തും തണുപ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ വിൻ്റർ ആ സമയത്തൊക്കെ സ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ്. പൊതുവേ UK-യിലെ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേപോലത്തെ കാലാവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. പിന്നെ മഴ കിട്ടുന്നത് നമുക്ക് എല്ലാ ദിവസവും മഴ കിട്ടും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കൂടുതൽ ദിവസങ്ങളും ഇവിടെ മഴ കിട്ടും. അതായത് നാട്ടിലെ പോലെ വലിയ മഴയല്ല, അത് ചെറിയ മഴയാണ്, ചെറിയ ചാറ്റൽ മഴ. അങ്ങനെ വെയിലുണ്ടാവും ചില ദിവസങ്ങളിൽ. പക്ഷേ വിൻ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കാണില്ല. പിന്നെ സൂര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ് നമ്മൾ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നത് സമ്മറിലാണ്. വെയിൽ വേണമല്ലോ. അപ്പോൾ വെയിൽ ഉള്ള സമയത്ത് സമ്മറിൽ കൃഷി ചെയ്യും, പിന്നെ അത് സ്റ്റോർ ചെയ്യും, വിൻ്ററിൽ അത് യൂസ് ചെയ്യും. വിൻ്ററിലെ ആൾക്കാർ അധികം പൊതുവേ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് ചെയ്യാം. സമ്മറിൽ വർക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കും. സെലിബ്രേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നാട്ടിൽ തന്നെ ഗൈസ്. ഇന്ത്യയിൽ എന്തൊക്കെ ആഘോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്ന ഓണം, അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ, പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. അത് നാട്ടിൽ തന്നെ കളറാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രൈവറ്റായിട്ട് ഉള്ള ആഘോഷങ്ങളാണ്. അതായത്
അവർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ആഘോഷങ്ങളാണ് കൂടുതലും. പിന്നെ ക്രിസ്മസ് അതുപോലെയുള്ള വലിയ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ്. പക്ഷേ ആഘോഷങ്ങൾക്കും ഇതിനൊക്കെ നാട്ടിൽ തന്നെയാണ് ഗൈസ്. അത് അടിപൊളിയാണ്. ഞാൻ സാധനം കാണിച്ചു തരാം. ഒരു അച്ഛനും മോനുമാണത്. പുള്ളി ബേബി സിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഗൈസ്. ഇപ്പം വൈഫ് വർക്കിംഗ് ആണെങ്കിൽ ഹസ്ബൻഡ് അന്ന് ഓഫായിരിക്കും, പുള്ളി അന്നും ബേബി സിറ്റിംഗ് ആയിരിക്കും. പുള്ളി വർക്ക് ചെയ്യുന്ന ദിവസം വൈഫ് ഓഫായിരിക്കും, വൈഫ് കുട്ടീനെ നോക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കൾച്ചറിലെ മെയിൻ ഡിഫറൻസ്. ഒന്നാമത്തത് അതായത് കുട്ടീനെ നോക്കാൻ ഇപ്പോൾ അച്ഛനാണോ അല്ലെങ്കിൽ അമ്മയാണോ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടുപേർക്ക് ഈക്വലി ഒരു രണ്ടുപേരും ഈക്വലിയാണ് കെയർ ചെയ്യുന്നത്. പറഞ്ഞ് മഴ വന്നു തുടങ്ങി, മഴക്കാറുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും മഴ കിട്ടാറുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ടാലോ മല്ലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.